മ്യൂസിക്കിനോടുള്ള പ്രിയം വെച്ച് 7 ചെറുപ്പക്കാരുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരും അടിച്ചു കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നേ. ബാങ്ടോൺ സുനിയോതൻ സ്ക്വാഡ് എന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അർത്ഥം പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് എന്നാണ്. 2011 ഈ ഒരു ബാൻഡ് വരുന്നത്. 2013 ബിഗ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് കീഴിലാണ് BTS വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തെരുവില് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്ത ഈ 7 ചെറുപ്പക്കാരെ ഈ ബിഗ് എന്റർടൈൻമെന്റ് എന്ന കമ്പനിയാണ് തിരഞ്ഞെടുക്കുന്നത്. മാതാപിതാക്കളും ബാക്കിയുള്ള ആളുകളെല്ലാവരും അവരെ താത്തുകയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ജോലി എന്തിനാണ്, വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്ന് പറഞ്ഞ പല പേരും അവരെ താഴ്ത്തുകയായിരുന്നു. പലവരും പറയുന്നത് ഇപ്പോഴും അവർ കോപ്പി അടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മേക്കപ്പും ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചിട്ടാണ് അവർ ഓരോ പ്രോഗ്രാംസിലും വരുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് പേര് അവരെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീമാണ് BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഓരോ ഗാനത്തിലും ഓരോ അർത്ഥങ്ങളുണ്ട്. ഡിപ്രഷൻ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മരുന്നാണ് BTSന്റെ ഓരോ പാട്ടുകളും വരികളും. കൂടുതലായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ബാൻഡാണ് BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെ ഒരു ഗാനം ഇറക്കിയായിരുന്നു, ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞത്. ഐക്യരാഷ്ട്ര രാജ്യങ്ങളുമായിട്ട് ഒരു കൊലാബ് ചെയ്തിട്ടാണ് ലവ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു പാട്ട് BTS റിലീസാക്കിയത്. അത് വളരെ വളരെ ഹിറ്റാകുകയും ചെയ്തു. കഠിനാധ്വാനവും കഷ്ടപ്പാടും കൊണ്ട് ഈ 7 പേരും അങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൗത്ത് കൊറിയ എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മൂല്യം, ഒരു വരുമാനം ഉണ്ടാക്കി തന്നതിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു ബാൻഡാണ് BTS എന്ന് പറഞ്ഞാൽ. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു BTS ഫാനാണോ? കമൻറ്റിലൂടെ പറയുക.